എല്ലാവർക്കും കാൽക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത് സീറ്ററ്റിനും കേറ്ററ്റിനും അതേപോലെ PSCക്കും മറ്റുള്ള എല്ലാ എക്സാംസിനും യൂസ്ഫുൾ ആയിട്ടുള്ള ഫിസിക്സിലെ ഒരു ടോപ്പിക്കാണ് മാസ് എന്ന് പറഞ്ഞ ടോപ്പിക്ക്. മാസ് എന്ന് പറഞ്ഞ ടോപ്പിക്കിലെ എല്ലാ പോയിന്റും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ മാക്സിമം എല്ലാവരും ഈ ഒരു വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ടോപ്പിക്കിലേക്ക് പോകാം. മാസ് അഥവാ പിണ്ഡം. ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിന്റെ അളവിനെയാണ് നമ്മൾ മാസ് അഥവാ പിണ്ഡം എന്ന് പറയുന്നത്. എന്താണ്? ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിന്റെ അളവിനെയാണ് മാസ് അഥവാ പിണ്ഡം എന്ന് പറയുന്നത്. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ഇതേപോലെ തന്നെ ഒരു തവണ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിന്റെ അളവാണ് എന്തെന്ന് പറയുന്നത്? മാസ് അഥവാ പിണ്ഡം. ദ്രവ്യത്തിന് പിണ്ഡം എന്ന ഗുണം നൽകുന്ന കണമാണ് ഹിഗ്സ് ബോസോൺ. ദ്രവ്യത്തിന് പിണ്ഡം എന്ന ഗുണം നൽകുന്ന കണം ഹിഗ്സ് ബോസോൺ. ഹിഗ്സ് ബോസോൺ എങ്ങനെയാണ് അറിയപ്പെടുന്നത്? ദൈവകണം അല്ലെങ്കിൽ ഗോഡ്സ് പാർട്ടിക്കിൾ. അപ്പൊ ദൈവഗണം അഥവാ ഗോഡ്സ് പാർട്ടിക്കിൾ എന്നറിയപ്പെടുന്ന എന്തിനെയാണ്? ഹിഗ്സ് ബോസോൺ. ദൈവഗണം എന്ന പദം ആദ്യമായി പ്രയോഗിച്ച ശാസ്ത്രജ്ഞനാണ് ലിയോൺ ലിഡർമാൻ. ദൈവഗണം എന്ന് പറഞ്ഞ പദം ആദ്യമായി പ്രയോഗിച്ചതാരാണ്? ലിയോൺ ലിഡർമാൻ. ഏത് ശാസ്ത്രജ്ഞരോടുള്ള ബഹുമാനാർത്ഥമാണ് ഹിഗ്സ് ബോസോണിന് ആ പേര് നൽകിയിരിക്കുന്നത്? ഏത് ശാസ്ത്രജ്ഞരോടുള്ള ബഹുമാനാർത്ഥമാണ് ഹിഗ്സ് ബോസോണിന് ആ പേര് നൽകിയിരിക്കുന്നത്? സത്യേന്ദ്രനാഥ ബോസ്, പീറ്റർ ഹിഗ്സ്, ഇവരോടുള്ള ആദര സൂചകമായിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്? ഹിഗ്സ് ബോസോണിന് ആ പേര് നൽകിയിട്ടുള്ളത്. അടുത്ത പോയിന്റ്, രണ്ട് പദാർത്ഥങ്ങളുടെ മാസ് വ്യത്യസ്തമാകാൻ കാരണം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. രണ്ട് പദാർത്ഥങ്ങളുടെ മാസ് വ്യത്യസ്തമാകാനുള്ള കാരണം എന്താണ്? അതിലടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിന്റെ അളവ് വ്യത്യസ്തമായതുകൊണ്ടാണ്. അതിലടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിന്റെ അളവ് വ്യത്യസ്തമായതുകൊണ്ടാണ് എന്ത്? പദാർത്ഥങ്ങളുടെ മാസ് വ്യത്യസ്തമാകുന്നത്. മാസിന്റെ അടിസ്ഥാന യൂണിറ്റ് ആണ് കിലോഗ്രാം. മാസിന്റെ അടിസ്ഥാന യൂണിറ്റ് എന്താണ്? കിലോഗ്രാം. കിലോഗ്രാം കൂടാതെ മാസ് അളക്കുന്നതിനുള്ള മറ്റ് യൂണിറ്റുകളാണ് ഏതൊക്കെ? ടൺ, ക്വിന്റൽ, ഗ്രാം, മില്ലിഗ്രാം, അറ്റോമിക് മാസ് യൂണിറ്റ്. അപ്പൊ കിലോഗ്രാം കൂടാതെ മാസ് അളക്കുന്നതിനുള്ള മറ്റ് യൂണിറ്റുകൾ ഏതൊക്കെയാണ്? ടൺ, ക്വിന്റൽ, ഗ്രാം, മില്ലിഗ്രാം, അറ്റോമിക് മാസ് യൂണിറ്റ്. ഒരു ടൺ എന്ന് പറഞ്ഞാൽ 1000 കിലോഗ്രാം ആണ്. ഒരു ക്വിന്റൽ എന്ന് പറഞ്ഞാലോ 100 കിലോഗ്രാം. ഒരു ഗ്രാം 10⁻³ കിലോഗ്രാം. ഒരു മില്ലിഗ്രാം എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി ചെറുതല്ലേ, 10⁻6 കിലോഗ്രാം. ഒരു അറ്റോമിക് മാസ് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 1.66 × 10⁻27 കിലോഗ്രാം. ഇതൊക്കെ ജസ്റ്റ് ഓർത്ത് വെച്ചാൽ മതി. അടുത്ത പോയിന്റ്, സാധാരണയായി നാം ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് ക്യാരി ബാഗുകളുടെ കനം പ്രസ്താവിക്കുന്ന യൂണിറ്റ്. സാധാരണയായി നാം ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് ക്യാരി ബാഗുകളുടെ കനം പ്രസ്താവിക്കുന്ന യൂണിറ്റ് ആണ് മൈക്രോൺ. ഒരു മൈക്രോൺ എന്ന് പറയുന്നത് 10⁻6 മീറ്റർ ആണ്. ഒരു മൈക്രോൺ എന്ന് വെച്ചാൽ എന്താണ്? 10⁻6 മീറ്റർ ആണ്. അടുത്ത പോയിന്റ്, നിരീക്ഷണത്തിനും പഠനത്തിനും വേണ്ടി ഹിഗ്സ് ബോസോണും മറ്റു പദാർത്ഥങ്ങളും നിർമ്മിക്കാൻ ശാസ്ത്രജ്ഞർ ഉപയോഗിക്കുന്ന ഉപകരണം. നിരീക്ഷണത്തിനും പഠനത്തിനും വേണ്ടി ഹിഗ്സ് ബോസോണും മറ്റു പദാർത്ഥങ്ങളും നിർമ്മിക്കാൻ ശാസ്ത്രജ്ഞർ ഉപയോഗിക്കുന്ന ഉപകരണമാണ് LHC. LHCയുടെ ഫുൾ ഫോം എന്താണ്? ലാർജ് ഹാഡ്രോൺ കൊളൈഡർ. എന്താണ്? ലാർജ് ഹാഡ്രോൺ കൊളൈഡർ. സ്ഥിതി ചെയ്യുന്നത് ജനീവ, സ്വിറ്റ്സർലൻഡ്. അടുത്ത പോയിന്റ്, ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയതും വലുതുമായ എനർജി പാർട്ടിക്കിൾ ആക്സലറേറ്റർ ആണ് LHC. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയതും വലുതുമായ എനർജി പാർട്ടിക്കിൾ ആക്സലറേറ്റർ ആണ് എന്ത്? LHC. അതിന്റെ ചുറ്റളവ് 27 കിലോമീറ്റർ. മാസ് എന്ന് പറയുന്നത് ഒരു അദിശ അളവാണ്. അദിശ അളവിന് ഇംഗ്ലീഷിൽ എങ്ങനെയാ പറയുന്നത്? സ്കെയിലാർ ക്വാണ്ടിറ്റി. മാസ് ഒരു അദിശ അളവാണ്, സ്കെയിലാർ ക്വാണ്ടിറ്റി. സ്കെയിലാർ ക്വാണ്ടിറ്റി എന്ന് വെച്ചാൽ അത് മാഗ്നിറ്റ്യൂഡിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ, ഡയറക്ഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. മാസ് അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് എന്ത്? കോമൺ ബാലൻസ്. മാസ് അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് എന്ത്? കോമൺ ബാലൻസ്. അടുത്ത ക്വസ്റ്റ്യൻ, ഗോളാകൃതിയിലുള്ള ഭൂമിയുടെ ഉപരിതലത്തിൽ ഒരു വസ്തുവിന് 5 കിലോഗ്രാം പിണ്ഡമുണ്ട്. ആ വസ്തുവിനെ ഭൂമിയുടെ കേന്ദ്രബിന്ദുവിൽ എത്തിച്ചാൽ പിണ്ഡം എത്ര ആയിരിക്കും? മാസിന് വ്യത്യാസമൊന്നും ഉണ്ടാവത്തില്ല. ഒരു വസ്തുവിന് ഭൂമിയുടെ ഉപരിതലത്തിൽ എത്ര മാസ് ഉണ്ടോ അത് തന്നെ ആയിരിക്കും ഭൂമിയുടെ കേന്ദ്രത്തിൽ. അല്ലെങ്കിൽ എങ്ങോട്ട് മാറിയാലും മാസ് ഒരിക്കലും മാറത്തില്ല. ഉപരിതലത്തിൽ 5 കിലോഗ്രാം മാസാണുള്ളതെങ്കിൽ ഭൂമിയുടെ കേന്ദ്രത്തിൽ കൊണ്ടുവച്ചാലും വേറെ എവിടെ കൊണ്ടുവച്ചാലും മാസ് എന്തായിരിക്കും? 5 കിലോഗ്രാം തന്നെ ആയിരിക്കും. അപ്പം മാസ് റിലേറ്റഡുള്ള എല്ലാ കണ്ടന്റ് ഉൾപ്പെടുത്തിയാണ് ഇത് ചെയ്തിട്ടുള്ളത്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിലോ ഇതിൽ കൂടുതൽ കണ്ടന്റ് മാസിൽ ഉണ്ടെങ്കിലോ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഒരു വീഡിയോ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു.
അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.